മണവാഴോ ദൈവത്താലേ ചെന്താമരപ്പൂവിൻ ചന്തം കാണക്കുള്ള ചെന്തളിർപ്പൂമേനി വിനീതയോ ഇറ്റേറ്റു ചോരുന്നീ ചോപ്പും ചോണയുമേ വെന്തു പോവാനിവൻ എന്തു ചെയ്തോ വണ്ടാർമുടി ചോലേ അന്തിമയങ്ങുമ്പം അമ്പരമെഴുതീതു ചോന്നു പോയി ചന്ദനേഴും നോന്റെ തിരുമേനിയൊന്നും പറഞ്ഞില്ല. അവൾ ചില കാര്യങ്ങൾ ഉറപ്പിച്ചിട്ടാണ് വന്നേക്കുന്നത്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അവൾക്ക് ലഭിക്കേണ്ട കാര്യം ലഭിച്ചിട്ടില്ലെങ്കിൽ അവൾ മടങ്ങുകയില്ല. എന്താ തിരുമേനി പറയുന്നത്? നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താ അവൾക്ക് ഈ കുടുംബത്തിൽ നിന്ന് വേണ്ടത്? അവൾക്ക് വേണ്ടത് അവൾ നേടിയെടുത്തിട്ടേ പോവുള്ളൂ. അതൊരു ജീവനായാലും. ആ ജീവൻ ഈ കുടുംബത്തിൽ തന്നെ ഉണ്ട്. അവളുടെ ജീവനെടുത്ത അയാളെ ജീവനെടുക്കാതെ അവൾക്ക് ശാന്തി ലഭിക്കില്ല. അവൾ ഇവിടുന്ന് പോകുകയില്ല. പേടിക്കാതിരിക്കുക. ഞാൻ അവളെ ഇപ്പം തളിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഏതാനും നിമിഷം കൊണ്ട് അവളിവിടെ വന്നേക്കാം. അതുകൊണ്ട് സൂക്ഷിച്ചിരിക്കുക. ആദി, നമുക്കങ്ങ് ലണ്ടനിലേക്ക് പോയാലോ? ലണ്ടനിലേക്ക് പോവാനാ? എന്തിന്? എല്ലടാ ആദി, ഈ എക്സ് നമ്മളാണെങ്കിലും നോട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നാട് വിട്ട് പോകുന്നല്ലേ നല്ലത്. വെറുതെ റിസ്ക് എടുക്കുന്ന എടാ പൊട്ട, ആ എക്സ് തന്നെയാണ് നോട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ താൻ നാട് വിട്ട് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. ആ എക്സ് തന്നെ തോറ്റിട്ടേ പോവുള്ളൂ. എന്തിനാ മോനെ നീ ഇങ്ങനെ പേടിക്കുന്നേ? ഓടിപുല്ലേ, നിനക്കങ്ങനെ പറയാം. കാരണം ഈ കുടുംബത്തെ ഇല്ലല്ലോ. പക്ഷെ ഞാൻ അങ്ങനെയാണോ? എപ്പാ മരണോന്നേരെ പറയാൻ പറ്റൂല. തനിക്കെന്താണ് ഇത്ര ഉറപ്പ് ആ എക്സ് തന്നെയാ കൊല്ലാൻ വരുന്നത്? താൻ എന്തേലും കാട്ടീനോ? ഞാനെന്ത് കാട്ടാന്? ഞാനൊന്ന് പറഞ്ഞതാന്ന്. ചിലപ്പോ യക്ഷിയാണെങ്കിലും എന്നെ കൊല്ലുന്ന. ഇവനെ കാണുമ്പോ എനിക്കൊന്ന് കൊല്ലാൻ തോന്നും. അപ്പല്ലേ യക്ഷിക്ക്. മതി സംസാരിച്ച, ഭക്ഷണം കഴിക്കാലോ. എന്താണ് ഇന്നത്തെ സ്പെഷ്യല്? സ്പെഷ്യൽ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇറങ്ങുള്ളൂ. ദേവേച്ചി, അങ്ങനെ ഒന്നുമില്ല മോനെ. എപ്പത്തെ പോലെ പുട്ടും കടലയാ. പുട്ടാണെങ്കിൽ പുട്ട്, വിശന്നിട്ട് കണ്ണാടുന്നില്ല. ആന്റി, ഒരു പ്ലേറ്റ് എടുത്തേ. താനല്ലടോ കുറച്ചു മുമ്പ് എന്തൊക്കെ തിന്നുന്നുണ്ട്. തന്റെ വീട്ടിൽ എന്താടോ കൊക്കപ്പുഴാണോ? അതേടി, എന്റെ വീട്ടിൽ കൊക്കപ്പുഴ. നിനക്ക് എന്താ പ്രശ്നമുണ്ടോ? ഭക്ഷണത്തിന് മുമ്പ് നടിയല്ലേ? ഞാനല്ല ആന്റി, ഇവളാണ്. ആയിക്കോട്ടെ, ഞാൻ ആരെയും ശല്യപ്പെടുത്തുന്നില്ലേ. നീ എവിടെ പോവാ?
ഞാൻ വീട്ടിലേക്ക് പോവാ. എന്തെങ്കിലും കഴിച്ചിട്ട് പോടി. അയ്യോ വേണ്ടായേ, ആ വെയിറ്റ് കൊക്കപ്പുഴുള്ള അയാൾക്ക് പോയി കൊടുക്ക്. Yeah, I will talk about that. Yeah, I will call you later. Tim ta chem ta tim ta chem ta tim ta chem ta tim ta ka ta ka tin ta chem ആദി, അവളവിടെ പോയി. എടാ ആദി. ആ അമ്മ വരുന്ന്. എന്താ അമ്മ? എടാ ഇവർ ഉത്സവത്തിന് കാര്യമായിട്ട് അമ്പലത്തിൽ പോകുന്നുണ്ട്. നിങ്ങളും പൊക്കോ, വെറുതെ എന്തിനാ ഇവിടെ ഇരുന്നിട്ട്. ആ ശരി. എടി നിന്നോടൊക്കെ ഞാൻ എപ്പോഴും വന്ന് പറയണോ, വന്ന് കിച്ചണിൽ പണിയെടുക്കടി. ഒന്ന് പോയായിരുന്നു അമ്മ, എനിക്കൊന്ന് വയ്യ വരാന്. ഉച്ചക്ക് മക്കള് തിന്നാനായിട്ട് ടേബിളിൽ ഇരിക്കുന്നതാണ്ട്ടെ. ഇതെന്ത് കഷ്ടാണ്. വീട്ടിൽ നിന്ന് പണി വന്നോടെ ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോ ഇവിടെയും പണി. അയ്യോ ദൈവമേ, ഇവിടുന്ന് ദൈവത്തിനെ വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. വല്ല നന്നാൻ കിട്ടണമെങ്കിലും ഇല്ല, പണിയെടുക്കണം. വാ. മോളെ അമ്മോ. ആ എന്താ മുത്തശ്ശി? മോള് പോയിട്ടൊന്ന് രാമനെ വിളിച്ചിട്ട് വന്നേ. ആ ശരി മുത്തശ്ശി. എടി നില, നിന്റെ അമ്മാവനില്ലേ ആ പൂട്ടിട്ട റൂം തുറന്ന്. റൂമോ? ഏത് റൂം? എന്ത് റൂം? അയ്യോ സോറി, ആള് മാറിപ്പോയി. നില ഇങ്ങോട്ട് വാ. ആ എന്താ? എടി ഞാൻ മേലെ പോയപ്പില്ലേ, നിന്റെ അമ്മാവൻ ആ പൂട്ടിയിട്ട മുറി തുറക്കുന്ന ഞാൻ കണ്ട്. എന്തോ അതിൻ്റെ ഉള്ളിൽ എന്തോ ബുക്കൊക്കെ വീണ് ഒച്ച കിട്ടിനെ. ഏത് മുറി? എൻ്റെ റൂമിൻ്റെ അടുത്ത ഭാഗത്തുള്ളയാ? ആ അതന്നെ. നിങ്ങളെത്തിയോ? ഇതെന്താ ഇത്ര ലേറ്റായി വരാനേ? ഉത്സവത്തിന് കുറച്ച് ദിവസമേ ഉള്ളൂ, അപ്പൊ കുറച്ചധികം പണിയുണ്ടായിരുന്നു. ഈ ഉത്സവത്തിന് തയ്യാറുന്നുണ്ടോ? ആ അച്ഛ ആടുന്നുണ്ടെന്നാ പറഞ്ഞേ, പക്ഷെങ്കിൽ ആടുന്ന ആളെ കണ്ടിട്ടില്ല. കണ്ട ഞാൻ പറഞ്ഞില്ലേ മേലിന്ന് വരുന്നുണ്ട. എന്താണ് ഒരു സ്വകാര്യം പറച്ചില്? നമ്മളോട് കൂടി പറയൂ. സ്വകാര്യം പറയാൻ പറ്റിയൊരു സാധനം. പോടാ. വലിയ കാര്യം ഉണ്ടായിരുന്നു. അല്ലടാ, ലക്ഷ്യം ഇല്ലാത്തോണ്ടാണ് നീ കുറച്ച് സൈലന്റ് ആയത്. ഒന്ന് പോടാപ്പാ. ഇവിടെയും പോടാ. ഞാൻ രാധീൻ്റെ അടുത്ത് പോട്ടെ. ഇവിടുന്ന് കണ്ണും നോക്കിക്കുന്ന. എന്തിനാണ് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നേ? അറിയാം പെണ്ണില്ല, പക്ഷെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കരുത്. ശവത്തെ കുത്തുകയും ചെയ്യരുത്.
ആ രാമ, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വാ, നമുക്ക് റൂമിലോട്ട് പോകാം. ശരി ചേച്ചി. എന്താ കണ്ട റൂം പോന്നണ്ട? അതെന്താ അവർക്ക് ഇവിടുന്ന് പറഞ്ഞാലേ? എനിക്ക് തോന്നുന്നത് ആ പൂട്ടിയിട്ട മുറിയോ നിന്റെ മുത്തശ്ശിക്കോ അതിനെക്കുറിച്ച് എന്തൊക്കെ അറിയാന്നാ. നമുക്ക് ആ മുറിയിലൊന്ന് പോയാലോ? അത്രക്കൊക്കെ വേണോ? ആ വേണം വേണം. നീ എന്താ ഇത്രയൊക്കെ പറഞ്ഞല്ലേ? എനിക്ക് എന്തൊക്കെ സംശയം തോന്നുന്നുണ്ട്. നമുക്ക് ഈ വൈകുന്നേരം പോവാം. ഓക്കെ? എടീ, നിങ്ങൾ ഇപ്പം വരാന്ന് പറഞ്ഞിട്ട് എത്ര സമയം പോയിട്ട്? വേഗം വാ. പിന്നെ എന്റെ പട്ടി പണി എടുക്കും. ഞാൻ പോവാ. എടി നിക്ക്, ഞാനും വരുന്നു. നിങ്ങളെവിടെ ഓടുന്നേ? ഈ ഇത്ര സമയം എവിടെയായിരുന്നു പെണ്ണേ? എന്താടാ മുഖമൊക്കെ വല്ലാണ്ടിക്കുന്ന? എടാ അത് ഞാനൊരു തറവാട്ടിലേക്ക് പോവാ. എൻ്റെ അമ്മായിക്കൊട്ടും വയ്യ, ഹോസ്പിറ്റൽ ICUയിൽ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും പോകാം. ഓ, അപ്പോൾ വീട് കൂട്ടുമോ? ആടാ, ഇനി അവിടെ ആയിരിക്കും നിൽക്കുന്നത്. മുത്തശ്ശിക്ക് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റൂലല്ലോ, അപ്പോൾ അമ്മയും കൂടി അവിടെ പോവാന്ന് വിചാരിച്ച്. പിന്നെ അനിയനെയും കൂടി അവിടെ ചേർത്തേനെ. ശരിടാ, ഞാൻ പോട്ടെ. കുറെ പാക്കിങ് ചെയ്യാനുണ്ട്. എടാ, കുന്ത്രാടൊക്കെ മാറ്റി വെച്ച് ഇതൊക്കെ നോക്കിക്കൂടെ? ആരോട് പറയാനി? പ്രകൃതി എന്ന് പറയുമ്പോ നമുക്ക് ആസ്വദിക്കാനല്ലേ? ഈ കാറ്റും ഈ മഴയും. ഫോണ് ചാർജിലായിരിക്കും അല്ലേ? കൊച്ചു കള്ളൻ കണ്ടുപിടിച്ചല്ലോ. ഈ വല്ല ഒച്ച കിട്ടണോ? ഇല്ലല്ലോ. എടാ, ആ ഭാഗത്ത് നിന്നല്ലട ഒച്ച വെക്കുന്നത്. ഈ ഡോറ് പൂട്ടിനല്ലോ. അയ്യോ യക്ഷി, എനിക്കൊന്നും അറിഞ്ഞൂടെ. എന്നെ വെറുതെ വീണേ. ഈ യക്ഷിയായിരുന്നോ? യക്ഷി നിന്റെ മറ്റവള്. അതന്നെയാണല്ലേ ഞാനും പറഞ്ഞേ. അല്ല, നിങ്ങളെന്താ ഇവിടെ? ഈ മുറിന്ന് എന്തൊക്കെ വെച്ചോട്ട്, അപ്പൊ അങ്ങനെ വന്നു നോക്കിയതാ. നീ ഇതെങ്ങോട്ടാ? മുറിയിലോട്ട്. നിനക്കെന്താ കൊച്ചു ഭ്രാന്താണോ? വേണ്ടാത്ത വള്ളിയിലും കയറി പിടിക്കുന്നേ. അവ പറഞ്ഞതിനൊരു കാര്യമില്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്ക്. നോക്ക് ചേട്ടാ, നേരത്തെ ഇവളുടെ അമ്മാവൻ ആ മുറിയിൽ പോകുന്നത് ഞാൻ ഈ 2 കണ്ണോട് കണ്ടതാ. പിന്നെ നിങ്ങളിപ്പോ എന്തൊക്കെയോ പറഞ്ഞില്ലേ, ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് കണക്ട് ആക്കി നോക്കിയാല് ഈ റൂമിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളില്ലേ, അങ്ങനെ കയറി നോക്കിയാ പോരെ? എന്നാലും എന്തിനാ വെറുതെ പോയിട്ട് റിസ്ക് ഒക്കെ എടുക്കുന്നത്? ഇതിനെക്കാട്ടി നല്ല വെറുതെ ഇവിടെ ഇരിക്കുന്നല്ലേ. റിസ്ക് ഒക്കെ നമുക്ക് വെറും റിസ്ക് പോലെയാണ്. പിന്നെ ഞാൻ പോവാണ്. ഞാൻ ആരെയും നിർബന്ധിക്കൂല. പേടിയുള്ള ആൾക്കാർ ഇവിടെ നിൽക്ക. പിന്നെ എൻ്റെ വഴി തടസ്സം നിൽക്കരുത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ കൊത്ത് പൊടിയാണല്ലോ. ഇവർക്കൊക്കെ ഒന്ന് അടിച്ചാരിക്കൂടെ? പൊന്നറിഞ്ഞ ഒരു കുറച്ച് നേരത്തേക്കൊന്നും മിണ്ടാണ്ടിക്കും. ഒരു ഹൊറർ ഫീല് കിട്ടട്ടെ. നിനക്ക് എന്താടാ തലക്ക് സുഖയില്ലേ? പണ്ടാരും വരണ്ടായിരുന്നു. നിങ്ങളൊക്കെ ഒന്ന് മിണ്ടാണ്ടിരിക്കോ? അല്ല, നിലയെടുത്തു.
ശബ്ദല്ലേ? ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടാവും, നിങ്ങൾ പോട്. ഹലോ ബേബി ഗേൾ. ആരാണ് നിന്റെ ബേബി ഗേള്? അങ്ങനെയൊക്കെ ചോദിച്ചാ പോർന്ന് എനിക്ക് നാണം വീഴുന്നു. അതൊക്കെ ഉണ്ട് മുഖത്ത്. പിന്നെ ഞാനൊരു മനുഷ്യനല്ലേ. എന്നെ അറിയാത്തോണ്ട് ചോദിക്കാ. എന്നെ എടുങ്ങാറാക്കിട്ട് തനിക്ക് സമാധാനം വരൂലേ? എന്താടി അങ്ങനെ ഒരു ടോക്ക്? എന്റെ അമ്മോ, നിന്റെ മനസ്സിലുള്ള പ്രണയം അത് തുറന്നു കാണിക്കാൻ സമയമായി. നല്ല കളിയായി. ഒന്ന് പോടെ എണീറ്റി. ഞാൻ തന്നോട് പറഞ്ഞു എനിക്ക് തന്നെ ഇഷ്ടാണെന്ന്. നീ പറഞ്ഞില്ലേലും എനിക്കറിയാം നിനക്ക് എന്നോട് ഇഷ്ടാണെന്ന്. ആണോ കണിയാരെ? കണിയാരോ? ഞാനിങ്ങനെ ഊഹിച്ചറിയാം. പിന്നെ ഞാൻ എന്താ പറയണ്ടേ? എന്റെ തെറ്റായിരുന്നു, എന്റെ മാത്രം തെറ്റായിരുന്നു. നിന്നോടൊക്കെ ഞാൻ റൊമാൻസ് ആട്ടുന്നത് ഞാൻ ഒന്ന് ആലോചിക്കണമായിരുന്നു. പിന്നെ ചേട്ടൻ പോട്ടെ. പോവാൻ നോക്ക്. ഇങ്ങനെ ഇപ്പൊ എന്നെ ഒഴിവാക്കാൻ നോക്കണ്ട. എനിക്കറിയാം നിനക്ക് എന്നോട് ഇഷ്ടാണെന്ന്. ഞാനൊന്ന് കൈ പിടിച്ചേനി. നീയൊക്കെ എന്താണ് പറഞ്ഞേ? എന്നിട്ടിപ്പൊ രണ്ടും കൂടി ഒമ്മിച്ച് കളിക്കുന്ന എന്തോ ആടേ. പിന്നെ കഴിവുള്ള ആൾക്കാരൊക്കെ ഇതിലൊക്കെ കുറച്ച് ഫാസ്റ്റായിരിക്കും. തനിക്ക് കഴിവില്ല, തന്റെ പ്രശ്നമാണ് മിസ്റ്റർ. ചെരുപ്പെടുത്തടുക്കുന്ന ആയേ ഒരു പെണ്ണില്ലാത്ത ചെക്കല്ലേ പെണ്ണ് കിട്ടിയപ്പോ എന്തല്ലേ കാട്ടിക്കൂട്ടുന്ന. ചോദിക്കാൻ വിചാരിച്ചു നിക്കായിരുന്നു. നിലേന്റെ ഫ്രണ്ടില്ലേ ലച്ചു? അവൾ നേരത്തെ പോയിട്ട് പിന്നെ വന്നില്ലല്ലോ. അവളെവിടെ പോയി? ലച്ചു അവളുടെ തറവാട്ടിൽ പോയി. അവളുടെ അമ്മായിക്കൊട്ട് സുഖമില്ല, ഹോസ്പിറ്റലാണ്. അപ്പോ ഇനി താമസമൊക്കെ എവിടെ ആയിരിക്കും. പിന്നെ അവളുടെ കല്യാണം നോക്കുന്നുണ്ട്. കല്യാണോ? നിലയോളം ഒരേ വയസ്സ് തന്നെയല്ലേ? ഇതെന്താ ഇത്ര പെട്ടെന്ന്? എന്താ പ്രശ്നമുണ്ടോ? അങ്ങനെ പ്രശ്നമൊന്നും ആയിട്ടല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവളുടെ അമ്മായിക്കൊട്ടും വയ്യാന്ന്. അപ്പൊ അവളുടെ അമ്മായി പറഞ്ഞത്രേ. പിന്നെ ഞാൻ ഇതൊക്കെ അറിയുന്ന തന്നെ അവളുടെ അമ്മ വിളിച്ചപ്പാ. എടാ ആദ്യമായിരുന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ് എന്റെ മുഖമൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത്? എന്താ കാര്യം? എടാ എനിക്കൊരാളെ ഇഷ്ടാ. ഇഷ്ടോ? ആരാന്ന്? അത് ലച്ചു ഇല്ലേ, എനിക്ക് അവളെ ഇഷ്ടാ. ഏത് ലച്ചോ? നീ പടിയെന്ന് വെച്ചോ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റൂല. അവളെ തന്നെയാ, എനിക്ക് അവളെ ഇഷ്ടാ. രണ്ടും കേരിയുമ്പോ പോലെ. എന്നാലും നിനക്കിതെങ്ങനെ അവളോട്? എനിക്കിത് വിശ്വസിക്കാൻ പറ്റൂല കേട്ടോ. എന്തോ തകരാറ് പറ്റിയിട്ടുണ്ട് നമ്മളെ ചെക്കന്. കാര്യം ശരിയൊക്കെയാ, എനിക്ക് അവള് കണ്ടെടുത്താൻ കണ്ടുകൂടാ. പക്ഷെ അവൾ ഇത്ര സമയോടെ ഇല്ലാത്തപ്പോ എനിക്ക് എന്തോ പോലെ തോന്നുന്നതാടാ. എടാ നിനക്കൊക്കെ അറിയുന്നല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ ആദ്യമായിട്ട് ഒന്ന് സഹായിച്ചുകൂടെ? നിങ്ങൾക്കൊക്കെ സഹായിക്കാനോ? ഈ എന്താണ് ഉദ്ദേശിക്കുന്നേ? അവള് വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ടടാ. എനിക്ക് അവള് വേണടാ. ആദ്യമായിട്ട് രാജിക്ക് അറിയുന്നതാണെന്ന്. അയ്യോ, നിനക്ക് അവൾ അത്രക്ക് ഇഷ്ടമാണ്. നിനക്ക് തന്നെ അങ്ങ് പറഞ്ഞാ പോരെ? അയ്യോ അത് പറ്റൂല. നിങ്ങൾ എന്തെങ്കിലും വഴി ഉണ്ടാക്കടാ. എന്ത് വഴി ഒപ്പിച്ചാല് എനിക്ക് തോന്നുന്നത് നിനക്ക് അവളെ കിട്ടുമെന്ന്. രാജുവിന് കുറച്ചധികം കഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ പറയാം, ഓൾ ദി ബെസ്റ്റ്. എന്റെ മോള് ശബ്ദമില്ലത്. അമ്മ ഞാൻ കണ്ടമ്മ. നേരത്തെ ആ പൂട്ടിയുടെ റൂമിൽ ആരും ഉണ്ടമ്മ.
രാമ, നീ വേഗം തിരുമേനിനെ വിളിക്കാൻ നോക്ക്. ശരി ചേച്ചി. അപ്പൊ അവൾ തുടങ്ങിയല്ലേ? എനിക്കറിയായിരുന്നു അവൾ ഈ കുടുംബം വിട്ടു പോവുകയില്ല. അവളിപ്പോ നോട്ടിട്ട് വെച്ചിരിക്കുന്നത് നിലേനെയാണ്. സ്വപ്നം അത് വെറും ഒരു സാധാരണ സ്വപ്നമല്ല. അവൾ നിലയുടെ ശരീരത്ത് കയറായിട്ട് ശ്രമിക്കുകയാണ്. അവൾക്കിനി ഈ കുടുംബത്തെ എന്തും ചെയ്യണമെങ്കിൽ ആ നിലയുടെ ശരീരത്തിൽ നിന്ന് മാത്രമേ അവൾക്ക് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് അവൾ ആ ശരീരത്തെ കയറാൻ ശ്രമിച്ചു കൊണ്ടേയിരിക്കും. അപ്പോ തിരുമേനി വേറൊരു മാർഗമില്ല എന്നാണ് പറയുന്നത്. വേറൊരു മാർഗമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഒരവസാനത്തെ മാർഗമുണ്ട്. നിലയുടെ ജീവൻ ആപത്തിൽ നിന്ന് രക്ഷിക്കാനും അവൾ നിലയുടെ ശരീരം ആഗ്രഹിക്കാതിരിക്കാനുമുള്ള ഒരു മാർഗം. നിലേന്റെയും ആദ്യന്റെയും കല്യാണ മുഹൂർത്തമൊക്കെ നോക്കിയാ നിങ്ങള്? ആ, അത് പറഞ്ഞപ്പാ. അമ്മ, ദേ കല്യാണ മുഹൂർത്തം നോക്കുന്നത് ഇതാ ഇവർ രണ്ടാളും കൂടി നോക്കിക്കോട്ടാ. അമ്മ മനസ്സിലായില്ല. നിങ്ങളെന്തൊന്നും കാണുന്നില്ല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ദേ രണ്ടാളും ഒപ്പം നടക്കലും കൈ പിടിച്ച് നടക്കലും എല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടാ. അയ്യോ അമ്മ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ തെറ്റിദ്ധരിച്ചതായിരിക്കും. പിന്നെ തെറ്റിയിരിക്കുന്നു. ഇപ്പൊ വീക്ക് വെച്ചാന്നുണ്ടല്ലോ. അപ്പോ ഇവരുടെ കൂടെ നോക്കാല്ലേ? ഓം അഷ്ടഹാദി ഉമ്മത്തിങ്കായ ഒരു കോളിമൽ എന്നെ ഉണ്ടാക്കാൻ പറ്റിക്കോളൂ. ആരാത്? ആരാത്? അങ്ങനെ ചോദിക്കുക. ആരാത്? എനിക്ക് ചോദിക്കണം കൂടെ. ആ, ആരാ? അല്ല, ദിഗംബരിച്ച് ഇവിടെ ഇല്ലേ? ആ, അകത്ത് കയറിട്ടുണ്ട്. എന്ത് വേണം? അത് ഒരു കല്യാണ മുഹൂർത്തം നോക്കാൻ വന്നതാണേ. ആ, അപ്പൊ ഇതാരാ? ഞാൻ ഇവന്റെ അമ്മാവൻ. തനിക്കൊന്ന് പതുക്കെ സംസാരിച്ചൂടെ? ഇയാളിത് പതുക്കെ സംസാരിക്കാൻ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞതല്ലേ. കല്യാണ മുഹൂർത്തല്ലേ? ബാക്കിയില് വിഘ്നം മറന്നടലം പടവൻ പടവൻ. ആ ദിഗംബർജി, ആ ഇരിക്കുക. കുറവായല്ലോ നമ്മുടെ അനന്തരവൻ. അപ്പൊ കല്യാണത്തിന്റെ ഡേറ്റ് ഒന്ന് നോക്കണം. ആഹാ, എന്നാ കല്യാണം? അത് നോക്കാനല്ല വന്നേ. ശരിയാണ്. സ്വാമി, നമ്മളായിട്ട് ഒരു 15 മിനിറ്റ് ആയി. ഇവർക്ക് ഏതൊരു ഡേറ്റിൽ കൂടെ ഇപ്പം കൂടെ. ഇതാണ് ജാതകം. ആയി നല്ല ശുദ്ധ ജാതകം. എന്റേതോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആയത് പെണ്ണിന്റെ. ആ, അങ്ങനെ പറ. ഇതാ എന്റെ ജാതകം. ശരി. ഇവിടെ ദോഷം ശനിയുടെ അവരത് എല്ലാം ഉണ്ടല്ലോ. സ്വാമി, ഇത് എന്നത്തേക്കാണ് നടത്തേണ്ടത്? ഇന്നേക്ക് ദുർഗാഷ്ടമി. അയ്യോ, അല്ല അത് പിന്നെ സോറി സ്വാമി, കൊറേ നേരായി. ശരി. അപ്പൊ പറയുക, എന്താ പ്രശ്നം? സ്വാമി, പ്രശ്നം എന്താ വെച്ചാ, വേണ്ട ഞാൻ പറയാം. സ്വാമി, പ്രശ്നം എന്താ വെച്ചാ, ഞാൻ കുറച്ച് നാളായിട്ട് കുറച്ച് ബിസിനസ്സുകൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഒന്നും അങ്ങോട്ട് പച്ച പിടിക്കുന്നില്ല. പല MSCകളും ഞാനൊരു ടൈപ്പ് ഉണ്ടായിരുന്നു. പക്ഷെ ചില പ്രശ്നങ്ങളായിരുന്നു പകുതിക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്യാം. അല്ല, ഈ പ്രശ്നങ്ങൾ എന്താണ്? അത് പിന്നെ ഈ ക്യാഷ് ഇൻഫ്ലോ ഔട്ട്ഫ്ലോ ഹെവി ഫ്ലോ അങ്ങനെ പറഞ്ഞുള്ള കുറച്ച് പ്രശ്നങ്ങളില്ലേ? എനിക്കൊന്നും മനസ്സിലായില്ല. അതായത് ഇൻഫ്ലോ എന്ന് വെച്ചാല് തേങ്ങ എന്റെ പൊന്ന സമീപിന് വട്ട. ഇതെങ്ങനെ പറ്റിയത്?
പണ്ടൊരു മണീച്ചയെ വെച്ച് തലയിച്ചോർത്താ 3 ലക്ഷമായി പൊട്ടലെ കൊണ്ട് പോയത്. അത് കഴിഞ്ഞ് പിന്നെ എന്ത് പറഞ്ഞാലും ബിസിനസ് ബിസിനസ് ബിസിനസ്. ഇതിനുള്ള ഇപ്പൊ തരാം. ഓം സംഭവാമി യുഗോ ഐഗോ സ്വാഹ. ഇന്നേക്ക് 7-ാം ദിവസം ഇതുകൊണ്ട് വായില്ലാക്കുന്ന ക്ഷേത്രത്തിൽ അടക്കിയ. എന്തിനാ വെറുതെ 7 ദിവസം ഇപ്പം തന്നെ പൊട്ടിക്കാം. ഈ സമയത്ത് ഒരു സെലക്ഷൻ കേട്ടോ. അപ്പൊ നിങ്ങളെ കാര്യം പോയ മര്യാദക്ക് പറഞ്ഞു ഇയാളുടെ അടുത്ത് പോകരുത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അമ്മാവനെ പോയി ഡൈ ചെയ്തൂടെ? അങ്ങോട്ട് ശരിയായില്ല. അതല്ല പോയി ചത്തൂടേന്ന്. എന്നാലും ഈ ജോത്സ്യന്മാരിൽ എങ്ങനെ ഈ കള്ളന്മാരെ തിരിച്ചറിയുന്നു? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. ராதா ரகசியம் மதுரை மடியினில் ராதா ரகசியம் மதுரை மடியினில் ராதா ரகசியம் காதல் கண்ணனில் ராதா ரகசியம் ராதா ரகசியம் மதுரை மடியினில் ராதா ரகசியம் மதுரை மடியினில் ராதா ரகசியம் காதல் கண்ணனில் ராதா ரகசியம் இதும் கடந்து வாழ வேண்டும். சின்னஞ்சிறு சின்னஞ்சிறு ரகசியமே, சின்னஞ்சிறு சின்னஞ்சிறு ரகசியமே, சின்னஞ்சிறு சின்னஞ்சிறு அதிசயமே. சின்னஞ்சிறு விரல் கொடு, சின்னஞ்சிறு சின்னஞ்சிறு இடம் கொடு, சின்னஞ்சிறு ஆசைக்கு போய் சொல்ல தெரியாது. അച്ഛാ ഇത്ര സമയത്ത് അവള് കാണുന്നില്ലല്ലോ. നീ ഇങ്ങനെ വെറുതെ ടെൻഷൻ എടുക്കല്ലേ, അവളിപ്പോ വരും. ഇതേ വന്നല്ലോ. ഉഭയകുശല ചിരജീവന പ്രസുഖ ഭരിത മഞ്ജുളതര ശൃംഗാരേ സഞ്ചാരേ അധര രുചിത മധുരിത ഭഗ സുധന കനക പ്രശമ നിരത ബാന്ധവ്യേ മാംഗല്യേ മമ തവ സതി സമദശ ശത മുദ മന ശുഭ സുമനല ഇവ സുസുത സഹിത കാമം വിരഹരഹിത ഭാവം ആനന്ദ ഭോഗം ആജീവകാലം പാശാനുബന്ധം കാലാനുകാലം ദൈവാനുകൂലം കാമ്യാർത്ഥ സിദ്ധിം കാമയേ. விடிந்தாலும் வானம் இருள் பூச வேண்டும், மடி மீது சாய்ந்து கதை பேச வேண்டும். முடியாத பார்வை நீ வீச வேண்டும், முழு நேரம் என் மேல் உன் வாசம் வேண்டும். இன்பம் எதுவரை நாம் போவோம் அது सलमा से तारों वाली शगना दे शब आए, पन्नों से बनने के मिलने की जरूरत लाए. शहनाई यूं गूंजे सबके आंखें भर आए. सलमा से तारों वाली शगना दे शब आए, पन्नों से बनने के मिलने की जरूरत लाए. शहनाई यूं गूंजे सबके आंखें भर आए. शहनाई यूं गूंजे सबके आंखें भर आए. ओ 16 बरस के 2 कदम चौखट के बाहर क्या गए, तेरी कुड़माई के दिन आ गए. हाय बन्नो परदेसिया के देश के, चौबारे तुझको भा गए, तेरी कुड़माई के दिन आ गए. ले रहा सब लाए तेरी माई बाबुल का घर बार है. हाँ गेंदा गुलाबों അമ്മ, അച്ഛാ,
ശ്ശോ, ലക്ഷ്യവും കൂടി വേണമായിരുന്നു. ആടാ പോരെ തന്നെ എനിക്ക് അവളെ നല്ലോണം മിസ്സാവുന്നു. ആ നിങ്ങൾ ഇവിടെ ഇരിക്കായിരുന്നോ? ഞാൻ എത്ര സമയം നിങ്ങൾ നോക്കുന്നത്? ദേ ഈ പാലെടുത്ത് റൂമിൽ പോകാൻ നോക്ക്. ചുമ്മാ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു ഇവിടെ. ആദ്യേട്ടാ എന്തേ കാണിക്കുന്നത്? ഇല്ല എനിക്ക് നോട്ട് പോയിട്ടേ നീ എന്താ ചെയ്യുന്നേ? കണ്ടാ മനസ്സിലാവൂല, ഞാൻ ഉറങ്ങാൻ പോവാ. അല്ല അതെങ്ങനെ ശരിയാവൂ? എല്ലേ തന്നെ ഞാൻ ക്ഷീണിച്ച് കിടക്ക, വെറുതെ ചൊറിയാൻ വരല്ലേ. ആഹാ ഇപ്പം കാണിച്ചുതരാം. പക്കം പക്കം യാരുമില്ല ഭൂലോകം വേണ്ടും അന്തിപ്പകൽ ഉന്നരുകേ நான் வாழ வேண்டும் என் ஆசையெல்லாம் உன் நெருக்கத்திலே என் ஆயுள் வரை உன் அணைப்பினிலே வேறென்ன வேண்டும் உலகத்திலே
ലാസ്റ്റ് ആയിട്ട് ഈ പെണ്ണിനെ കൂടി നീ കാണാം. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ. ഞാൻ ഗ്യാരണ്ടി ആയിരുന്നു നിനക്ക് ഈ പെണ്ണിനെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. മാങ്ങാ തൊലി എന്തേലും കാണിക്ക്. വണ്ടി നേരെ പെണ്ണിൻ ചോട്ട് പോട്ടെ. ഇവന്റെ മനസ്സപ്പ മാറാന്ന് പറയാൻ പറ്റൂല. അച്ഛാ ദേ ഇവർ വന്നു. ആ വീട് തപ്പാൻ ബുദ്ധിമുട്ടിയോ? ഇല്ല. നീ ഇപ്പൊ എന്താ ചെയ്യുന്നേ? അവന് അബ്രോഡിലെ കമ്പനീന്റെ മാനേജറാ. ഓ മോളെന്തിപ്പ ചെയ്യുന്നേ? മോള് നേഴ്സിംഗ് പഠിക്ക. ഇവന്റെ പെണ്ണ് കാണൽ കണ്ടാണ്ട് അനക്കെന്നെ മറത്തുപോയി. എത്ര കണ്ടറിയ ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ല. ഇവളുടെ ഇങ്ങനെ തന്നെ കൊറേ നോക്കണ്ടി വന്നേനി. നിത്യ പോയിട്ട് മോളെ വിളിക്ക്. புள்ளி சேர்ந்து ஓவியம் உள்ளம் சேர்ந்து காவியம் கோடு கூட ஓவியத்தின் பாகமே ஊடல் கூட காதல் என்று ஆகுமே ஒரு வானம் வரையா நீல வண்ணம் நம் காதல் வரையா என்ன வண்ணம் என் வெட்கத்தில் நிறம் தொட்டு விரல் என்னும் கொள் கொண்டு நம் காதல் வரைவோமே ചേച്ചിക്കുട്ടി സുന്ദരിയായല്ലോ. അതി ഒരുങ്ങിയ താഴേക്ക് വാ, ചെക്കരും കൂട്ടരും വന്നിട്ടുണ്ട്.